ഇറാനെ ആക്രമിച്ചത് എന്തിനാണ് എന്ന വിചിത്ര മറുപടിയുമായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയിരിക്കുകയാണ്. ലോകത്തെ തന്നെ ആശങ്കയിൽ ആഴ്ത്തുന്ന ചില വിചിത്ര വാദങ്ങളാണ് ഈ മാർക്കോ റൂബിയോ ഇപ്പോൾ പറയുന്നത്. ഇറാനിൽ നിന്ന് അടിയന്തര സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു എന്ന വാദങ്ങൾ പൊളിക്കുന്നതാണ് മാർക്കോ റൂബിയോയുടെ ഈ പ്രസ്താവന. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇറാൻ US-നെയും ആക്രമിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കാത്തിരുന്നാൽ കൂടുതൽ ആൾനാശം ഉണ്ടാകുമെന്ന് വിലയിരുത്തി. അതിനാൽ ആദ്യം ആക്രമിച്ചു എന്നാണ് റൂബിയോയുടെ വിചിത്രമായിട്ടുള്ള വിശദീകരണം. ഇറാനല്ല, മറിച്ച് ഇസ്രയേലാണ് ആക്രമണത്തിന് മുതിർന്നത് എന്നും ഇറാനിൽ നിന്ന് ഒരു അടിയന്തര ഭീഷണി ഉണ്ടായിരുന്നില്ല എന്നുമാണ് റൂബിയോ സമ്മതിക്കുന്നത്. ഖമൈനി വധത്തിന് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പിടിവാശിക്ക് അമേരിക്കയും വഴങ്ങി എന്നാണ് ഇപ്പോൾ ചുരുക്കത്തിൽ വ്യക്തമാകുന്നത്. അതായത് ഇറാൻ യാതൊരു ഭീഷണിയും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉയർത്തിയിരുന്നില്ല. ചർച്ചകൾ സമാധാനപരമായി പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു കാരണവുമില്ലാതെയാണ് ഇറാനെ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചത് എന്ന വിവരം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അമേരിക്കയും ഇസ്രയേലും നടപടികൾ സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ജനീവയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ എന്തിനാണ് ഇറാനെ ആക്രമിച്ച് പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയത് എന്ന് ലോകമൊന്നാകെ ഉയർത്തിയ ചോദ്യത്തിന് ഇറാന്റെ ആക്രമണം ആസന്നമായിരുന്നു എന്നും തടയാൻ മറ്റ് വഴിയില്ല എന്നും ഇസ്രയേലി പ്രതിരോധ സേനയുടെ വിശദീകരണം ഉണ്ടായിരുന്നു. സൈനിക നടപടി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശത്തിന് ഡൊണാൾഡ് ട്രംപും ഇതേ വാദം തന്നെയാണ് ഉയർത്തിയത്. എന്നാൽ യുദ്ധം തുടങ്ങി വെക്കാൻ ഇറാന് പദ്ധതി ഉണ്ടായിരുന്നില്ല എന്നും ഇസ്രയേൽ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് അറിയാമായിരുന്നു എന്നുമാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ പറയുന്നത്. ഇതോടെ ഖമൈനി വധത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ന്യായീകരണങ്ങൾ പൊളിഞ്ഞു പാളീസാകുന്ന കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇറാന്റെ ആക്രമണം ആസന്നമായിരുന്നില്ല എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിടിവാശിക്ക് വഴങ്ങി അമേരിക്കയും ഈ സൈനിക നടപടിയിൽ പങ്കാളികളായി എന്നാണ് മാർക്കോ റൂബിയോ തുറന്നു പറഞ്ഞിരിക്കുന്നത്. റൂബിയോയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ അമേരിക്ക അനാവശ്യമായി പങ്കുചേർന്നു എന്ന വിമർശനവും നിരവധി സെനറ്റർമാരും ഗവർണർമാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വാർത്തകൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ട്രംപ് അനുകൂലിയും വലതുപക്ഷ പോഡ്കാസ്റ്ററുമായ ട്രക്കർ കാൾസൺ ഇറാനിലെ യുദ്ധം അമേരിക്കയുടേതല്ല എന്ന് തുറന്നടിച്ചു. റൂബിയോയുടെ പ്രസ്താവന ആയുധമാക്കി ഇറാനും രംഗത്തെത്തി. അമേരിക്ക യുദ്ധം ചെയ്യുന്നത് ഇസ്രയേലിന് വേണ്ടിയാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വിമർശിച്ചു. പുതിയ യുദ്ധങ്ങൾ തുടങ്ങില്ല എന്ന് അനുയായികൾക്ക് ഉറപ്പു നൽകി അധികാരത്തിലെത്തിയ ട്രംപിന് റൂബിയോയുടെ തുറന്നു പറച്ചിൽ കുരുക്കാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയും ഇസ്രയേലും ഒരു കാരണവുമില്ലാതെ ലോക സമാധാനത്തെ തകർക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചതിലൂടെ നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ ട്രംപിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപിന് അമേരിക്കയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ നേരിടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.